السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر. صدق الله مولانا العظيم. إذا أحب الله عبدا جعله قيم مسجد وإذا أبغضه جعله قيم حمام. وصدق رسوله الكريم. ഒന്നിരായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകളെ, മറ്റിവിടെ പങ്കെടുത്ത സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട മുശാവറ അംഗമായ കുഞ്ഞിക്കോയ മുസ്ലിയാർ അവറുകളെ, മറ്റിവിടെ പങ്കെടുത്ത ഉലമാക്കളെ, ബഹുമാനപ്പെട്ട റഹീം ML എന്നിവരെ, മോയിൻകുട്ടി സാഹിബ് MLA തുടങ്ങിയുള്ള ധാരാളം പ്രമുഖന്മാരെ പേരെടുത്ത് പറയേണ്ടതുണ്ടെങ്കിലും സമയം വഴുകിയതുകൊണ്ട് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ സകല ആളുകളെയും ഞാൻ പറഞ്ഞ ഫലത്തിൽ അത് പ്രകാരം ഇവിടെ പങ്കെടുത്ത മറ്റുള്ള എല്ലാ മഹതി സഹോദരീ സഹോദരന്മാരെ പേരെടുത്ത് പറയാൻ വിഷമമായതുകൊണ്ട് അങ്ങനത്തുള്ള സഹോദരന്മാരെ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ പേര് മസ്ജിദ്. മസ്ജിദ് എന്ന് പറഞ്ഞത് അറബി പദമാണ്. അതിന്റെ നേരെ അർത്ഥം സുജൂദ് ചെയ്യണവരെന്നാണ്. അതുകൊണ്ട് ശറഅ ഉദ്ദേശിക്കുന്ന അർത്ഥം അല്ലാഹു തആലാന്റെ ഇബാദത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഒരു ഗേഹം എന്നാണ് മസ്ജിദ് എന്ന പറഞ്ഞ പദത്തിന്റെ ഉദ്ദേശം. പരിശുദ്ധ ഖുർആനിൽ മസ്ജിദ് എന്നത് 20 സ്ഥലത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മസ്ജിദൻ എന്നുള്ളത് 6 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 26 സ്ഥലത്ത് മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അർത്ഥം വരുന്ന ബൈത്ത്, ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസ് തുടങ്ങിയുള്ള ആയത്തുകൾ ബൈത്ത് എന്ന ഉപയോഗിച്ച് പള്ളി എന്നതിന് അതിനർത്ഥം. ആ ബൈത്ത് എന്ന വാക്ക് 16 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഖുർആനിലുണ്ട്. അപ്പൊ ആകെ ടോട്ടൽ 26ഉം 16ഉം 42 സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച മഹത്തായ സ്ഥാപനമാണ് പള്ളി എന്ന്. അള്ളാന്റെ ഭൂമിയിൽ അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് എന്ന ചോദ്യത്തിന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് അള്ളാന്റെ പള്ളികളാണ് എന്നാണ് മറുപടി. ആ മഹത്തായ പള്ളി, അത് പരിപാലിക്കൽ, അത് നിർമ്മിക്കൽ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ പള്ളിപ്പണി യുഗത്തിൽ പെടാൻ കഴിഞ്ഞാൽ അത് ആ വ്യക്തികൾക്കുള്ള വസന്തകാലമാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. വളരെ മുമ്പ് ഇത് സ്ഥാപിച്ച അന്ന് പങ്കെടുത്ത ആളുകൾ അവർക്ക് വലിയ ഭാഗ്യവാന്മാരാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പള്ളിപ്പണിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ചു കാലത്തിനുള്ളിൽ ഇവിടെ പള്ളിപ്പണി പുനർനിർമ്മാണം നടന്ന്, അപ്പൊ പള്ളിപ്പണിയുടെ യുഗത്തിൽ പങ്കെടുക്കാൻ തൗഫീഖുള്ളവര് അവരെ ജീവിതത്തിലെ വസന്തകാലമാണത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ആരെങ്കിലും പള്ളി സ്ഥാപിച്ചാൽ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു തആല അവനൊരു ബംഗ്ലാവ് കൊടുക്കുന്നതാണ്. ഇമാം ബുഖാരി മുസ്ലിം ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അപ്പം ആ ഒരു ചാൻസ് കിട്ടാൻ ഈ കാലഘട്ടത്തിൽ, പള്ളിപ്പണി നടക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ മഹത്തായ ഒരു സ്ഥാപനം, ഒരു സ്ഥാനം ലഭ്യമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പള്ളിപ്പണി നടക്കുന്ന യുഗത്തിൽ ഒരുത്തന് പങ്കെടുക്കാൻ സാധിച്ചാൽ അതവന്റെ വസന്തകാലമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത്. ഈ ഹദീസ് ഇവിടെ വിശദീകരിക്കാൻ പറ്റിയ സമയമല്ലപ്പം, പിരിഞ്ഞു പോകാനുള്ള ധൃതി എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്.
ഈ ഹദീസിന് മഹാന്മാർ വ്യാഖ്യാനിക്കണം മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, ഗ്രാമർ പ്രകാരം മസ്ജിദൻ എന്ന തൻവീൻ അത് തഖ്ലീലിന്റെ തൻവീനാണെന്ന് മഹാന്മാർ പറഞ്ഞു. അപ്പർത്ഥം ഒരു ചെറിയ പള്ളി എടുത്താൽ എന്നർത്ഥവും. ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന എന്ന ബൈത്തൻ എന്നുള്ളടത്തുള്ള തൻവീൻ തഅ്ളീമിന്റെ തൻവീനാണ്. വലിയൊരു ബംഗ്ലാവ് അള്ളാഹുവിന് കൊടുക്കണം എന്നാവും അപ്പർത്ഥം. അങ്ങനെ ചെറിയൊരു പള്ളി നിർമ്മിച്ചാലും ബംഗ്ലാവ് കിട്ടും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി മറ്റൊരു ഹദീസിനെ വിശദീകരിക്കുന്നത് ചെറുതായി പള്ളിയാണ്ട് പോയിട്ട് മഫ്ഹസി ഖത്താത്തിൻ എന്ന ഹദീസ് വേറൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കാടപ്പക്ഷിക്ക് ഇരിക്കാൻ പറ്റിയൊരു പള്ളി എടുത്തിട്ടാവും എന്നാവും അപ്പം അതിനർത്ഥം. ഒരു കാടപ്പക്ഷി മുടടാൻ അതൊരു കുഴി കുഴിക്കും, അതിലിരുന്നാണ് മുടടൽ. കാടമുടൊക്കെ തിന്നാൻ വലിയ കമ്പാണല്ലേ ആളുകൾക്കൊക്കെ. അത് മുടടുന്ന ചെറിയൊരു കുഴിയിലാണ്. അങ്ങനെ ഒരു കാടക്കൂടിന്റെ അത്ര വലിപ്പമുള്ള പള്ളിയാണെങ്കിലും അല്ലാഹു അവന് ബംഗ്ലാവ് കൊടുക്കും എന്നാവും ആ ഹദീസ് പ്രകാരം. അപ്പോൾ ഒരു ചോദ്യം ഉണ്ട് അവിടെ. ഒരു കാടക്കൂടിന്റെ അത്ര വലിപ്പമുള്ള പള്ളി മനുഷ്യന്റെ കയ്യോ കാലോ ആയി ഇടാൻ പറ്റും, ഇതിനാണത് എന്നൊരു ചോദ്യം അവിടെ വരുമല്ലോ. പക്ഷേ അതാണ് തോട്ടുകിടാൻ പറ്റൂല ഹദീസ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുകൊണ്ട് മഹാന്മാരെ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബൽച്ചറിനാളി എന്ന് പറയാൻ പറ്റൂല. അപ്പം മഹാന്മാരുടെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെ കൂട്ടായിട്ട് പള്ളിപ്പണിയെടുത്ത് അതിൽ ഒരു വ്യക്തി അവന്റെ കഴിവുകേട് കൊണ്ട് അവന്റെ വിളവ് കൊണ്ട് യോഗ്യത കൊണ്ടൊന്നല്ല, അവന്റെ കഴിവുകേട് കൊണ്ട് ചെറിയൊരു സംഖ്യ അവന് കൊടുക്കാൻ കഴിയും. കഴിവുള്ള ആളല്ല, അവനെ കുട്ടികളെ തന്നെ പോറ്റാൻ പോലും തയ്യാത്ത ആളാണ്. എന്നാലും ഒരു പങ്ക് ചേർന്ന് ചെറിയൊരു സംഖ്യ ഒരു കാടക്കൂട് കെട്ടാൻ മാത്രം ഉണ്ടാവൂ. എന്നാൽ ഓനും അല്ലാഹു തആല വലിയൊരു ബംഗ്ലാവ് കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് മഹാന്മാർ വിശദീകരിക്കണം. അപ്പൊ എത്ര ചെറിയ പള്ളിയാണ്, വളവും വിത്തിനെയാണെങ്കിൽ വകക്കൂല, അവന്റെ കഴിവുകേട് കൊണ്ട് നന്ന ചെറിയ ഓനും കുട്ടും ഇങ്ങനെ വലിയൊരു ഓരി എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം എന്ന് അതിന് വ്യാഖ്യാനിക്കേണ്ട പറ്റില്ല, കഥകൾ പറഞ്ഞതായതുകൊണ്ട് ഇങ്ങനെയാണ് മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ പള്ളി അത് സഹായിച്ചാൽ, നിർമ്മിക്കാൻ സഹായിച്ചാലുള്ളത് ഇങ്ങനെ ബംഗ്ലാവ് കിട്ടും. പിന്നെ ഇദാ റഅയ്തും റജുല യതആഹദുൽ മസ്ജിദ, ഒരു പള്ളിക്ക് ഒത്താശ ചെയ്തൊരു വ്യക്തിനെ നീ കണ്ടാൽ ഫശ്ഹദു ലഹു ബിൽ ഈമാൻ, അവൻ മുഅ്മിനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കോ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ നമ്മളൊക്കെ പള്ളിയിൽ ആണ് കടന്നാൽ ശരിക്കും പറയാണ്ട് 2 റക്അത്ത് നിസ്കരിക്കണം. കടന്ന ഉടനെ തന്നെ ഇഅ്തികാഫ് നിയ്യത്താക്കണം. അത് മെനക്കടൊന്നും വലിയ കൂലിയാണ് അതിന്. നവൈത്തുൽ ഇഅ്തികാഫി ഹാദൽ മസ്ജിദ് അറബിയിൽ ഒന്നിരിക്കൽ അല്ല, അതിനെ മലയാളത്തിൽ ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞാണ് കടന്നാൽ ഓൻ പുറത്തേക്ക് തന്നെ വെറുതെ ഓന് കൂലി ചെയ്തു. ഇഅ്തികാഫിന്റെ കൂലി വലിയതാണ്. നമ്മൾ കൂലി വർദ്ധിപ്പിക്കാൻ പയ്യന്തണ്ണു നോക്കണം. കാരണം മരിച്ചു പോയാൽ പിന്നെ അമലിന്റെ എത്ര ആയാലും പൂതിയിടൂല. ആ കഴിഞ്ഞോടത്തോളം നമ്മൾ ചെയ്തു പോരണം ഈ മരണത്തിന്റെ മുമ്പ്. അല്ലെങ്കിൽ വലിയ രോഗിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു നമ്മളൊക്കെ പള്ളികാട്ടിക്കുണ്ടാക്കി കുറെ ആളുകൾ പിരിഞ്ഞു പോരും, നിക്കരിച്ചാൻ ഒരു ഒഴിവുണ്ടാവില്ല. വേറെ കുറെ ആളുകൾ നിക്കരിച്ച് കഴിഞ്ഞതിന് ശേഷം തടി തപ്പും. വേറെ കുറെ ആൾ എങ്ങനെയപ്പോ നമ്മൾ തടി എപ്പോഴും എന്ന നിലക്ക് ആ ഖബറിനെയും മറ്റിൻ്റെയൊക്കെ എടുത്തും ചെല്ലും. അങ്ങനെ ആ ദ്വായം കഴിഞ്ഞിട്ടുണ്ട്. ആ ദ്വായം ആണോ വേണ്ടെന്നത് തർക്കം. ഏതായാലും ആ തർക്കത്തിലുണ്ടെങ്കിൽ ശരിയും കുറച്ചാളുകൾ ഈ ദ്വായയിൽ ഇരുന്നു. അതും കഴിഞ്ഞ് പോയാൽ പിന്നെ നമ്മളെ അമല് മാത്രം. പിന്നെ ആൾ തിരിഞ്ഞു നോക്കാനുള്ള ആളുണ്ടാവില്ല. തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ കക്ഷികൾ അതുമുണ്ട്, അത് പറയുന്നത്. അപ്പം എത്രത്തോളം ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത് മാത്രമേ നമ്മളെ രക്ഷ. മറ്റേ ഒപ്പം ആളൊക്കെ ഉണ്ടെങ്കിൽ ജോലിയോട് വന്നു പോരും. പിന്നെ ഇപ്പോൾ ഒറ്റക്ക് എടുക്കണം അവൻ്റെ അമല്. അപ്പം പള്ളിയിൽ കടന്നാൽ, ഏത് പള്ളിയിൽ കടന്നാൽ കടന്ന ഉടനെ നവൈത്തുൽ ഇഅ്തികാഫി ഹാദൽ മസ്ജിദ്, ഈ പള്ളിയിൽ ഇഅ്തികാഫൊക്കെ ഇരിക്കാൻ ഞാൻ കരുതി. നിസ്കാരത്തിൽ തുമഅ്നീനത്തിനേക്കാൾ അല്പേറിയാൽ ഒരു ഇഅ്തികാഫിന്റെ നിസാബായി എന്നാ മഹാന്മാർ പറഞ്ഞത്. അത്ര മതി. ഒരു നിസ്കാരത്തിലുള്ള തുമഅ്നീനത്തിനേക്കാൾ അല്പേറിയാൽ ഇഅ്തികാഫായിട്ട് അംഗീകരിക്കും. അപ്പൊ കുറഞ്ഞ സമയം
പള്ളിയിൽ നിൽക്കുകയാണെങ്കിലും ശരി, നിയ്യത്ത് പ്രകാരം ആണെങ്കിൽ അത് വലിയ സംഗതിയാണ്. പിന്നെ പള്ളിന്റെ ചിട്ടകൾ പലതും മഹാന്മാർ എണ്ണിട്ടുണ്ട്. മിൻ അശ്റാത്തി സാഅത്തി, ഖിയാമത്ത് ലക്ഷണങ്ങളിൽ പെട്ടതാണ് അയതബാഹൻ നാസ് ബിൽ മസാജിദി, പള്ളികൾ ചൊറുക്കു കൂട്ടി അതുകൊണ്ട് പോയാ ഞങ്ങളെ പള്ളി എന്താണ്, ഞങ്ങളെ പള്ളി കാണേണ്ടതല്ലേ, ഇങ്ങനെ പൗറ് പറയുന്ന ചില ആളുകൾ ആഖിറത്തമ്മാൻ അങ്ങനെ ചില പള്ളികൾ വരും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പം വെറും പള്ളിന്റെ ഉദ്ദേശം ഭംഗി മാത്രമല്ല, ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതെ വെള്ളിയാഴ്ച ഒന്ന് തിരക്കൂടും, വേറുള്ള സമയത്തൊക്കെ പള്ളി കാലിയടിച്ച് നിൽക്കുക. പള്ളിയാണ് വലിയ ഭയങ്കരം, അതിന്റെ ജനോലയും മറ്റതും മറിച്ചൊക്കെ വലിയ ഊക്കിലാണ്, വലിയ പൗറുള്ള. അങ്ങനെ പൗറ് കൊണ്ട് പള്ളിന്റെ പൗറ് പറഞ്ഞ കാലം ആഖിറത്തമ്മാൻ വരും. ഒരു ഹറാബ് മിനൽ ഹുദാ, തഖ്വയും ഹിദായത്തും അതിലുണ്ടാവില്ല. ആ ജാതി പള്ളികളും ആഖിറത്തമ്മാനിൽ വരുന്നുണ്ട്. ആ പള്ളിന്റെ മെയിൻ ഉദ്ദേശം ഇബാദത്തുകളെ കൊണ്ടത് ഭംഗിയാക്കണം. അതിന് ഈ ഏരിയയുള്ള ചുറ്റുപാടത്തുള്ള ആളുകൾ ശ്രമിച്ചോളണം. പിന്നെ പള്ളിപ്പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ പള്ളി സംരക്ഷിക്കൽ. ഇതാ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരു വ്യക്തിനെ ഇഷ്ടപ്പെട്ടാൽ ജഅലഹു ഖയ്യിമ മസ്ജിദിൻ, ഒരു പള്ളിന്റെ പ്രവർത്തകനായി അള്ളാഹു വെക്കും. പള്ളിന്റെ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടും അത് പ്രകാരം അതിന്റെ വയസ്സിൽ നടക്കുന്ന ആളായിട്ട് അള്ളാഹനാകും. അള്ളാഹ് ഇഷ്ടപ്പെട്ട വ്യക്തിന്റെ ലക്ഷണമാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈദാ അബ്ഗളഹു, ഒരു വ്യക്തിയോട് അള്ളാഹ്ക്ക് അറപ്പും വെറുപ്പാണെങ്കിൽ ജഅലഹു ഖയ്യിമ ഹമ്മാം, കക്കൂസിന്റെ കുളിമറന്റെ ഒരു പ്രവർത്തകനാക്കി അള്ളാഹനാക്കി തീർക്കും. എന്നതിന് വ്യാഖ്യാനിക്കേണ്ടത് ഹറാമായ തെറ്റായ കാര്യങ്ങളെ വലിയൊരു കമ്മിറ്റിയൊക്കെ അതിനുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളത് മനസ്സിലാകാൻ വേണ്ടി ഒരു വനിതാ ഫുട്ബോൾ ജോറായിട്ടുണ്ടെങ്കിൽ പെരുത്ത് ആളതിൽ കൂടും ചെയ്യും. അതിന് നല്ല കമ്മിറ്റിയും കാര്യമൊക്കെ വേണം താനും. അങ്ങനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് മോന്റെ വയസ്സും മോന്റെ കഴിവും മോന്റെ സിദ്ധി അള്ള കളയും. ഇത് അള്ള ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയുടെ ലക്ഷണമാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ പൈസ ഹറാമായ വഴിക്ക് നമ്മൾ ചെലവാക്കി പോകരുത്, അത് കുരുത്തം കെട്ട ലക്ഷണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിന്റെ വൈത്തല കൂടുക, അതിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറിനെ സഹായിക്കുന്ന ആളുക. ഈ നിലക്ക് നേരെ മറിച്ച് സെക്രട്ടറിനെ പറ്റി ആക്ഷേപമായി ഓരോ കുര്യക്കൊലയമ്മയിൽ ഭീതി കുറഞ്ഞ വെച്ചിട്ടുണ്ടാവും. അത് നടയിലാക്കി ഉത്തരം ഇങ്ങനെ കുസുകുസു പറഞ്ഞാണ്ട് കമ്മിറ്റി നമർത്താൻ നോക്കുക. കുരുത്തം കെട്ട ലക്ഷണമാണത്. അങ്ങനെയല്ല, പോരായ്മ ഉണ്ടെങ്കിൽ സഹായിച്ചു കൊടുത്ത് നന്നാക്കണം. എന്നാൽ ഏതാനും ഒരു നല്ല സെക്രട്ടറിന്റെ കൂലി ഓനും കിട്ടും. അപ്പൊ എല്ലാവർക്കും കിട്ടാൻ കഴിയൂലെങ്കിൽ അവന്റെ പണി ഇവനെടുക്കണം. പള്ളിന്റെ ഹാദ്യമായി ജീവിക്കാൻ ശ്രമിക്കണം. ഇത് വലിയ ഒരു വിഷയമാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അനാവശ്യമായ നാടൻ വർത്താനം, വല്ല വോട്ടും കാര്യമൊക്കെ ഉണ്ടായാലും പിന്നെ പള്ളി കുത്തന് കുസുകുസു എന്ന് പറഞ്ഞാണ്ട് അത് കാരണം ഇങ്ങനെ മറ്റൊന്നും പറഞ്ഞില്ല. വല്ല പടല തമ്മിലുള്ള ഭിന്നിപ്പാണ് പോക്കാനുള്ള കാരണം ഒക്കെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ തുറച്ച് നാടൻ വർത്താനം പള്ളിയിൽ വരും. എഴുത്തിയാലന്നാസി സമാൻ, ജനങ്ങൾ ഒരു കാലം വരുന്നുണ്ട്. യകൂനു ഹദീസും ഫി മസാജിദിഹിം ഫി അംബി ദുന്യാഹും, ദുന്യാവിന്റെ കാലം വെട്ടാനൊക്കെ പള്ളി നാണിക്കും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അനാവശ്യ സംസാരം പള്ളി കയറിയോ അവൻ ചെയ്തു പോകരുത്. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു നായിമൻ, ഞാൻ മദീന പള്ളിയിൽ ഒന്ന് കിടന്നുറങ്ങി. ഫഹസബനി റജുലുൻ, അപ്പൊ ഒരാള് ഇന്നൊരു കല്ലെടുത്ത്, കല്ലിനോട് ബുദ്ധിമുട്ടില്ല, അങ്ങനെ മണലുള്ള പള്ളിയല്ലേ, ഒരു കല്ലെടുത്ത് എന്നൊരാൾ ഇറങ്ങി. ഞാൻ ഉറങ്ങുകയാണ്. ഫഹസബനി റജുലുൻ ഫഇദാ ഹുവ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. പിന്നെ നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയാണ് എറിഞ്ഞത് മനസ്സിലായി. എന്നിട്ട് പറഞ്ഞ് ആ മൂലക്കൽ സംസാരിക്കുന്ന രണ്ടാളാണ് കൊണ്ടത്. ബിഹിമ, ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയെത്തി ഞാൻ ചെന്ന്
ബഹുമാനപ്പെട്ടവർ വെച്ച് മൻ അൻസുമ ആരാടങ്ങളുണ്ടാവും, ഔ മിൻ ഐന അൻതുമ എവിടുത്തരങ്ങള്, ഹാലാ മിൻ അഹ്ലി ത്വായിഫി. ഒരു ബേജാറച്ചിട്ട് മെമ്മറുള്ളവനെ ചോദിക്കണത്, ഇസ്ലാമിന്റെ 2ാം ഖലീഫ ബറ പറച്ചിട്ട് ഇങ്ങനെ തായിഫുകാരാണ്. ലൗം കുൻതും മിൻ അഹ്ലിൽ മദീന, നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ലഔജഅതുകുമാ, നിങ്ങളെ അറച്ച് വരുത്താക്കാൻ പോകും ഞാൻ. തുർഫാനി അസ്വാതകുമാ ഫി മസ്ജിദ് റസൂലില്ലാ, അള്ളാന്റെ പള്ളിയെ കുത്തുന്ന വശമില്ലാടാ, നിങ്ങൾ ഈ നാട്ടുകാരല്ലാത്തതായതുകൊണ്ട് ഞാൻ വിടുന്നു മഹാനവർ പറഞ്ഞ്. അപ്പൊ ആവശ്യമില്ലാത്ത വർത്താൻ പള്ളി സംസാരിക്കരുത്. ദിക്ർ, ദുആ, സ്വലാത്ത്, ഇതിനൊക്കെ ഹദ്ദാദിയെല്ലാം ഇതിനൊക്കെയാണ് പള്ളി. അപ്പൊ പള്ളി ആ മട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ കഴിവതും ഫറവ് നമസ്കാരം പള്ളിയിൽ വെച്ച് നടത്താൻ ശ്രമിക്കണം. ചില പ്രത്യേക സുന്നത്തും പള്ളിയിൽ വെച്ച് നടത്താൻ ശ്രമിക്കണം. കാരണം ഓന്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഫറവ് നമസ്കാരം ഒരു നിസ്കാരത്തിന് കൂലിന് കിട്ടും. നേരെ പറഞ്ഞു ഒരു ചെറിയ നിസ്കാരപ്പള്ളി അതിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ 25 ഇരട്ടി കിട്ടും. 27 ഇരട്ടി എന്ന് പറഞ്ഞത് ജമാഅത്തിന്റെ കൂലിയാണ്. പെരേനേക്കാൾ 25 ഇരട്ടി നിസ്കാരപ്പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ കിട്ടും ഫർദ് നിസ്കാരം. അത് ജുമാഅത്ത് നിസ്കാരം, ജുമാഅത്ത് പള്ളിയിലാണെങ്കിൽ 500 നിസ്കാരത്തിന്റെ കൂലിയാണ് ആ ഒറ്റ നിസ്കാരത്തിന്. മസ്ജിദുൽ അഖ്സയിൽ വെച്ച് ആ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി 50,000 നിസ്കാരത്തിന്റെ പുണ്യമാണ്. മദീന പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന ആണെങ്കിൽ അതിനേക്കാൾ 50,000 കയറും. അത് മക്കയിലുള്ള പള്ളിയിൽ വെച്ച് 1,00,000 അതിന്റെ കൂലി. അപ്പൊ ഒറ്റ നിസ്കാരം പള്ളിന്റെ സ്ഥലവ്യത്യാസം കൊണ്ട് ഏറുന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കഴിവതും നമ്മൾ ജുമുഅത്ത് പള്ളിയിൽ നിന്ന് ഫർദ് നിസ്കരിക്കാൻ നല്ലത്. അത് പറയാൻ ചില സുന്നത്തുകൾ അതും പള്ളിയിൽ നിന്നാണ് നല്ലത്. ഒന്ന് തറാവിഹ് നമസ്കാരം സുന്നത്താണ്, പള്ളിയാണ് അതിനകത്തുള്ളത്, ഇവിടല്ല. ളുഹ നമസ്കാരം സുന്നത്താണ്, കൈനോടത്തോളം പള്ളിയിൽ നിന്നാണ് നല്ലത്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, പള്ളിയിൽ നിന്നാണ് നല്ലത്. അപ്പൊ ചില പ്രത്യേക സുന്നത്തുകളും ഫർദ് നമസ്കാരവും ചെയ്യേണ്ടത് പള്ളിയിൽ വെച്ചാണ്. അല്ലെങ്കിൽ എത്ര അധികം കൂലി നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ദുന്യവിയായ ബിസിനസ് നടത്തുകയാണെങ്കിൽ അത് വലിയ ആദായം കിട്ടാൻ നമ്മൾ ഇതിനോടത്ത് നോക്കുമല്ലോ. എന്നത് ഇത് ആഖിറത്തേക്ക് പോകുന്ന കാര്യമാണിത്. നമ്മളെ വീട് കാര്യമായിട്ടുള്ളത് ബറാണ്. അവിടുന്ന് സുഖം കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള പുണ്യം കിട്ടാൻ കൈനോടത്തോളം നമ്മൾ നോക്കണം. അങ്ങനെ ചില സുന്നത്തുകൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഫർദ് നമസ്കാരം വേണ്ടത് പുരുഷന്മാർക്ക് അത് പള്ളിയിൽ കണ്ട് ഫർദ് നമസ്കാരം. അപ്പോൾ പുത്തനാശയക്കാരുണ്ടാവും ഇവിടെ, അവർക്ക് വലിയ കേസൊക്കെ ഉണ്ട് ഈ മക്ബറൊക്കെ നന്നാക്കിയതുകൊണ്ട്. കാരണം പേരറിയാത്ത ഇയാളെ മക്ബറ എത്തിനപ്പത് നന്നാക്കണേ എന്നൊരു കൂട്ടരും ഇവരില്ലാത്തവരാണ്. 1 ലക്ഷത്തോളം അമ്പിയാക്കന്മാരെ വിട്ടിട്ടുണ്ട് എന്ന് വിലപ്പെട്ട ഹദീസിലുണ്ട്. എത്ര നബിമാരെ പേര് നിങ്ങൾക്ക് അറിയും? ആ നബിമാരൊന്നും ബഹുമാനിക്കണ്ടെന്നാ മനസ്സിലാക്കിയത്. പുണ്യ നബിക്ക് തന്നെ അറിവ് കൊടുക്കാത്ത നബിമാരുണ്ട്. മിൻഹും മൻ ഖസസ്നാ അലൈക, തങ്ങൾക്ക് അവരെ കഥ പറഞ്ഞു തന്ന ആളുകൾ ഉണ്ട് അമ്പിയാക്കന്മാരിൽ. തങ്ങൾക്ക് യാതൊരു വിവരത്തരത്തിനും നൽകാത്ത എത്രയോ അമ്പിയാക്കന്മാർ വേറെയുമുണ്ട്. അപ്പൊ 1.25 ലക്ഷത്തോളം അമ്പിയാക്കൾ എന്താ പോലെ പേര്? പുണ്യ നബിക്ക് തന്നെ വക്താക്കി കൊടുത്തിട്ടില്ല. പേരറിയില്ല ഓർക്ക് സ്ഥാനം ഇല്ല എന്നതിന് അർത്ഥമുണ്ടോ? വിഡ്ഢിത്തം. ബഹുമാനപ്പെട്ട ദീൻ പഠിക്കാത്തതുകൊണ്ടുള്ള ഓരോ കുറളാണ് ആ പറഞ്ഞൊക്കെ. അത് നിങ്ങളത് ചുവടെടുത്തത് അതൊക്കെ പുറത്തു വിടേണ്ട വാദങ്ങളാണ്. അപ്പം മഹാന്മാര് അവർക്ക് വലിയ സ്ഥാനം, പേരറിയട്ടെ അറിയാക്കട്ടെ. അമ്പിയാക്കന്മാര് അവർക്ക് തന്നെ പേരറിയാത്ത എത്രയോ അമ്പിയാക്കന്മാരുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞ് തങ്ങൾക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കി തന്നിട്ടില്ല. അപ്പം പേരും മറ്റും പക്ഷെ എവിടെ കിടക്കുന്നത്? പരിശോധിക്കില്ല ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ പള്ളിയിൽ വളരെ മുമ്പ് തന്നെ നടന്നു വരുന്ന ദർസ് ഇപ്പോഴും നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇങ്ങനെ എപ്പോഴും ഒരു കമ്മിറ്റിന്റെ കീഴിലുള്ള ദർസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ദർശനങ്ങൾ സഹായിക്കണം. കാര്യമായിട്ട് ആ കമ്മിറ്റിയാണ് അതിന് സഹായം ചെയ്യണതെന്നാണ് കേട്ടത്. നാട്ടുകാരെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അതൊന്നും വല്ലാതെ നീളം പോല. അപ്പോൾ ഓരോ കൂടെ നിങ്ങളും അവർക്ക് സഹായിക്കണം. കാരണം അതിന്റെ പുണ്യം പറയുന്നത്
ദാനധർമ്മം കൊടുത്ത മേഖലക്കനുസരിച്ചാണ് അതിന്റെ വ്യത്യാസം. ഒരു ഉറുപ്പ്യ ഒരുത്താൻ സദക്ക ചെയ്ത് അധ്വാനിക്കാൻ കഴിയുള്ള ഒരു സാധുവിന് എന്റെ അപ്പന്റെ ഏട്ടിൽ 10 നെയ്തും 10 ഗുണം. അതേ ഒരു ഉറുപ്പിക തന്നെ അധ്വാനിക്കാൻ കഴിയാത്തൊരു സാധുവിനാണ് കൊടുത്തത്. അവിടെ ഉദാഹരണം പറഞ്ഞെങ്കിൽ അഴമാവീൻ കുരുടൻ വാദം കുടിച്ച് കുഴഞ്ഞവൻ ഓനാൽ ആ ഒരു ഉറുപ്പ്യാണ് കൊടുത്തത് എങ്കിൽ 90 നായിന്റെ കൂലി ചെയ്തത്. കൊടുത്ത മേഖല ഉറുപ്പ്യൊക്കെ ഒന്ന് തന്നെ. മറ്റവന് ആരോഗ്യമുള്ളതാണ് കൊടുത്തത്, അവന് 10 കൂലിയിട്ടു അവന് കൊടുത്താൽ. മറ്റവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 90 കിട്ടല്. കുടുംബത്തിൽപ്പെട്ട ഒരു സാധുവിനാണ് ആ ഒരു ഉറുപ്പ്യ കൊടുത്തത് എങ്കിൽ 900 എന്നതിന്റെ കൂലി. മാതാപിതാക്കൾക്കാണ് അത് കൊടുത്തത് എങ്കിൽ ഉമ്മാപ്പാന്മാർക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള അപ്പന് നിർബന്ധം. സദക്കയായിട്ട് ഉമ്മാക്ക് ഒരു ഉറുപ്പ്യാണ് കൊടുത്തത്. 1,00,000 എന്നതിന്റെ കൂലി ചെയ്തത്. ആ ഉറുപ്പ്യ ഒന്ന് തന്നെ കൊടുത്ത മേഖല വ്യത്യാസത്തായതുകൊണ്ട്. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ദീൻ പഠിക്കാൻ, കാരണം ദീൻ പഠിച്ചെങ്കിലേ ദീൻ ഉണരത്തുള്ളൂ. അൽ മുഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിവ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആസാമിലും കൽക്കത്തിലൊക്കെ ഒന്ന് പോയി നോക്കി എന്താ അവിടുത്തെ ഹാല്. അവരെന്നെ നിലവിളിച്ചാണ് ഇപ്പം. ഞങ്ങൾ ആ കോളേജിലൊക്കെ വരലുണ്ട് അങ്ങനത്തെ വലിയ വലിയ ആളുകൾ. ഞങ്ങളവിടെ ദീനില്ല, ഞങ്ങൾ കുട്ടികൾക്കൊരു പാർട്ടി അറിയില്ല, എന്താ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത്? നിങ്ങളെ നാട്ടിലൊരു സമസ്ത ഞങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. ഇവിടെ 10,000-ഓളം മദ്രസ ഉണ്ട്, ഞങ്ങൾക്ക് പറ്റൊന്നുമില്ല. എന്നിട്ട് ഇന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചെയ്ത് സഹായിക്കും, ഭൂമിയൊക്കെ ഞങ്ങൾ തരാം, അതിനൊക്കെ എങ്ങനെ ഉണ്ടാക്കണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ വന്നുകൊണ്ട് ശരിയാക്കി തന്നെ നമ്മളെ കമ്മിറ്റിനൊക്കെ സമീപിക്കാറുണ്ട്. എന്നിട്ട് പല സ്ഥലത്തും അങ്ങനെ മദ്രസകളൊക്കെ സ്ഥാപിച്ചവരാണിപ്പോൾ. അപ്പോൾ മദ്രസയും കാര്യമൊന്നും ഇല്ലെങ്കിൽ അതിന്റെ കഷ്ടക്കാലം അനുഭവിക്കുന്നവരാണ് അവരൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട ദീനില്ലെങ്കിൽ പണി കഴിഞ്ഞ് നരകത്തിൽ അങ്ങ് കടന്ന് നീണ്ടാൽ മതി. അപ്പം ബഹുമാനപ്പെട്ട ദീൻ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അതിന് ഇൽമ് വേണം. ഇൽമിന്റെ ആവശ്യത്തിനാണ് ആ ഒരു ഉറുപ്പ് ചെലവഴിച്ചത് എങ്കിൽ 9 ലക്ഷം എന്നതിന്റെ കൂലി. ഉമ്മാക്ക് കൊടുക്കുന്ന 1 ലക്ഷം ഇൽമിന് ചെലവാക്കുന്നതാണ്. ആ ഉറുപ്പിയക്ക് 9 ലക്ഷം എന്നാണ് കൂലി എഴുതുന്നതെന്ന് അല്ലാമ സുയൂത്തി തങ്ങൾ തന്റെ അൽ ഹുമാസി എന്ന കിതാബിൽ കേട്ടിട്ടുണ്ട്. പിന്നെ മുമ്പ് മുള്ളില്ല. അതിന്റെ അർത്ഥം ആകാശത്തിന്റെ കീഴിൽ ഭൂമിന്റെ മുകളിൽ ഇൽമു പഠിക്കുന്ന സഹായിക്കുന്ന കമശിയൊക്കെ പാടെന്ന് പറഞ്ഞ് നിശ്ചയിച്ചിട്ടില്ല. അപ്പം 10 മുതൽക്ക് 9 ലക്ഷം വരെ ഒറ്റ ഉറുപ്പ്യന്റെ കൂലി പറയുന്നത്. അപ്പം ഇവിടെ നടക്കപ്പെടുന്ന സ്ഥാപനം അത് ഇവിടുത്തെ മേഖലൻ്റെതെന്നൊക്കെ പറയും. മേഖലൻ്റെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളായിരുന്നു മലയാളിമാരല്ലോ ഇവര്. രാജ്യമുഖം തിണ്ടിയടന്നാണ് കണ്ട് ഒപ്പിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ അതിൻ്റെ താങ്ങി സഹായിച്ച് നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പള്ളിയുള്ള ആ മനോഹരമായ ആ ഏർപ്പാട് ബന്ധായി പോകും. അപ്പോൾ കഴിവതും നിങ്ങൾ അവരൊക്കെ സഹായിച്ച് അവരെ കൂട്ടിപ്പിടിച്ച് അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഉണർത്താൻ. കാരണം പല ആളുകളെ സംസാരിക്കാണ്ട് മാത്രമല്ല സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഒന്നും ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് ഇവിടെ വരെ പല ആളുകൾക്ക് മണ്ണിൽത്തോൽക്കുമൊക്കെ സമ്മാനമൊക്കെ കൊടുത്തല്ലേ. നമുക്ക് ഈ ഉദ്ഘാടനത്തിലുള്ള സമ്മാനം കാര്യമായിട്ട് ഇന്ന് നിങ്ങളൊക്കെ നിങ്ങളെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, ഒരൊറ്റ നിസ്കാരം എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ ഒഴിക്കൂല. നമ്മളിതൊക്കെ അപാകത വരുമല്ലോ. ചിലതൊക്കെ എൻ്റെ അപാകത വന്നിരുന്ന് പലർക്കും ഉണ്ടാവും. ഇന്നു മുതൽ ഞാൻ പള്ളിയിലെ ഉദ്ഘാടനത്തിൽ കൂടിയാണ് ആയതുകൊണ്ട് മരണം വരെ എന്ത് കാരണം ഒരു നിസ്കാരം ഞാൻ വാക്കുകയോ ഒഴിക്കുകയോ ചെയ്യുകയില്ല എന്നൊരു കരാർ ചെയ്യേണ്ട സമയമാണ് ഇപ്പൊ ഈ പള്ളി ഉദ്ഘാടനത്തിൽ. അങ്ങനെ ഒഴിച്ചാലുള്ള തഞ്ചകടം താങ്കൾ മനസ്സിലാക്കി. ഒരു സുബൈലേക്ക് ഇപ്പം വിവാഹം കൽപ്പിച്ചുകൂട്ടിയെങ്കിൽ 80 ഉഴക്കുമ്പ നരകത്ത് കിടക്കണം. ഒരമലിന് തെറ്റിന് പിന്നെ കുറ്റെന്ന് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഫർദ് നമസ്കാരം കൽപ്പിച്ചിട്ട് ഒഴിച്ചാൽ 80 ഉഴക്കുബ. അതിൻ്റെ എന്താണത്? ഒരു ഉഴക്കുബ എന്ന് പറഞ്ഞാൽ 80 കൊല്ലാണ്. അങ്ങനത്തെ 80 ഉഴക്കുബ നരകത്ത് കടന്നോളം എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. പുണ്യനബിന്റെ ഹദീസിൽ വന്നതാണ്. അത് പെരുക്കി നോക്കിയാൽ 6400 കൊല്ലം
ഒരു സുബൈ ഇവൻ കൽപ്പിച്ചു കൂട്ടിയാണ് ഖളാക്കിയാൽ 6400 കൊല്ലം നരകത്ത് കിടക്കണം എന്ന് നമ്മൾ രേഖയുള്ളത്. അള്ളാഹ് വിട്ടൊരു രേഖ. അപ്പോത്തിന് പിന്നെ അത് കഴിയുമ്പോഴത്തിന് പിന്നെ ഊറ് കഴിച്ചിട്ടില്ല. അത് കഴിയുമ്പോഴത്തെ പിന്നെ അസറൊന്നും കഴിച്ചിട്ടില്ല. എത്ര ഇത് കൂട്ടി നോക്കുകയാണെങ്കിൽ ലൗകിക വിദ്യാഭ്യാസത്തിന് നമ്മൾ കുട്ടികളൊക്കെ നല്ല ഉഷാറുണ്ടല്ലോ. നല്ല കണക്കും മറ്റും വർഷമൊക്കെ അല്ല പരിചയങ്ങൾ 54 മാതിരിയല്ല. കണക്കാണ് കൂട്ടിയൊക്കെ. മഹാന്മാർ ഹദീസിൽ വന്നത് 80 ഉഖബ ഒരു ഫർള് നമസ്കാരം അവൻ നഷ്ടപ്പെടുത്തിയ കിടക്കേണ്ടി വരും എന്നതാണ് നമ്മുടെ രേഖയിലുള്ളത്. അതിന്റെ കണക്ക് 6400 കൊല്ലം ഒറ്റക്കാരത്തിന്. അങ്ങനെ ഈ പൊട്ടുപോയാൽ പക്ഷെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു കാരണവശാലും ഞാൻ ഫർള് നമസ്കാരം വാക്കൂല എന്ന് ഉറപ്പിച്ചു പോണവിടുന്ന്. അതാണ് നമ്മൾ യഥാർത്ഥ ഈ പരിപാടിയിൽ കൂടിയതിന്റെ ഫലം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ ഇദാ നസലത്ത് ആഹത്തും മിനസ്സമായി. ആകാശങ്ങളിൽ അപകടം വരുന്നു. പക്ഷേ പല സ്ഥലത്തും ഇങ്ങനെ വെള്ളപ്പൊക്കമായിട്ടും മറ്റേതായിട്ടും ലോറി ഒലിച്ചു പോകലായിട്ടും പിന്നെ ആസ്പത്രിയിൽ കിടന്നിക്കണ ഒരു ശ്വാസം മുട്ടി പൈസ അതൊക്കെ നമ്മൾ ഇങ്ങനെ വഹിച്ചിട്ടുണ്ടല്ലോ. ഇദാ നസലത്ത് ആഹത്തും മിനസ്സമായി. ആകാശത്തുമല്ല അപകടം ഇറങ്ങാൻ തീരുമാനിച്ചാൽ സുരിഫത്ത് അൻ ഉമ്മാരിൽ മസാജിദ്, പള്ളി സംരക്ഷിച്ചു പോരുന്ന പള്ളി പ്രവർത്തകരെ തൊട്ട് കഴിവതും അത് മാറ്റി നിർത്തപ്പെടും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു. ആ പള്ളിയുമായി നമ്മൾ ബന്ധപ്പെട്ടു പോകണം. അതിന് പ്രധാന ഭാഗം തന്നെ ആ പള്ളിയിൽ നടക്കുന്ന ദർസ്, അത് നമ്മൾ സംരക്ഷിക്കണം. അങ്ങനെ ആപത്തും മുസീബത്തും വല്ലാതെ ഇറങ്ങുന്ന കാലഘട്ടം വന്നാൽ ഒരുപാട് പള്ളി അണ്ടാതിക്കുന്ന പള്ളി സംരക്ഷിച്ചു പോരുന്ന ആളുകളെ തൊട്ട് തൽക്കാലം അത് മാറ്റി നിർത്തി അങ്ങനെ ഒരേ രക്ഷപ്പെടും എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ, തങ്ങൾക്കൊരു കാര്യം അമ്മായി വന്നാൽ ഫദിഅ ഇല സ്വലാഹ്, പിന്നെ നിസ്കാരം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കലാണ് ഞങ്ങളെ പണി. ആ അയാൾക്ക് പോയി കിട്ടാൻ വേണ്ടി. കാനത്തിൽ ഖുറബുൽ ഇളാം, വലിയ വലിയ അപകടങ്ങളായി തുക്ശഫു അനിൽ അവ്വലീൻ, മുൻഗാമികളെ തൊട്ട് തുറവടിയാക്കപ്പെടും. ഈ സ്വലാഹ്, മുൻകഴിഞ്ഞ മഹാന്മാർ അവർക്ക് ചില വിഷമം വന്നാൽ അതിൽ ചികിത്സ, നിസ്കാരം കൂടുതൽ ശരിപ്പെടുത്തുക, നിസ്കാരം സുന്നത്ത് നിസ്കാരമൊക്കെ വർദ്ധിപ്പിക്കുക, ഇതാണ് അവല വഴി എന്ന്. യാ അലി സലാസുൻ, 3 കാര്യം ലാ തുഅഖിർഹ, ചിന്തിക്കണ്ട. എല്ലാ കാര്യവും സമാധാനത്തിൽ ചെയ്താൽ ധൃതി വേണ്ട മിക്ക കാര്യത്തിനും. അൽ അജലത്ത് മിന ശൈത്വാൻ, ധൃതി ശൈത്താനി സ്വഭാവമാണ്, അപകടം വന്നോളും. 3 കാര്യം ചിന്തിക്കാൻ നടക്കണ്ട എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു. അസ്സലാത്തു ഇദാ അത്തത്ത്, നിസ്കാരത്തിന്റെ ടൈം വന്നാൽ അത് പിന്തിച്ചിന് ഏർപ്പാടില്ല. വൽ ജനാസത്തു ഇദാ ഹളറത്ത്, ജനാസ വന്നാൽ ഇയാൾ മരിച്ചീണ് എന്ന് വന്നു കഴിഞ്ഞാൽ ജനാസ ഹാജറായി പിന്തിക്കണ്ട. മറ്റോൻ വരച്ചേ മർച്ചോൻ വരച്ചേ വേറെ മോനും ഗൾഫിന്ന് വരാണ്ട് തിരിച്ച പോരെ. അപ്പം അതും പറഞ്ഞുകൊണ്ട് ഈ ചിന്തിക്കേണ്ടത് നോക്ക്. കാരണം ആ ജനാസ നല്ലവനാണെങ്കിൽ അവന് പല ആനുകൂല്യം അവിടെ കിട്ടാണ്ട്. അവന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ 2 മലക്കുകളൊന്ന് ചോദിക്കുമല്ലോ. സുആൽ മലക്കൈനി ഹഖുൻ, 2 മലക്കിന്റെ ചോദ്യം ഹഖാണ് എന്ന് വിശ്വസിച്ചോളണം മുസ്ലിം. അങ്ങനെ അവൻ മരിച്ച് അല്പം കഴിഞ്ഞാൽ അപ്പോൾ ഒരു വന്ന് പരീക്ഷ ആൾ ഖബറാണ്. പരീക്ഷന്റെ ആളുകൾ നിങ്ങൾ ചെയ്യാത്ത ഇൻസ്പെക്ടർ മറ്റേ ഹെഡ് മാസ്റ്റർ ഒന്നല്ല, മുങ്കർ നക്കീർ 2 ആളാണ്. പോലെ പരീക്ഷ, അവരെ പരീക്ഷന്റെ ചോദ്യങ്ങളൊക്കെ പരസ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭാര്യയിലും മുസ്ലിമിലൊക്കെ. അള്ളാഹിനെ പറ്റി ചോദിക്കും, കഅബത്തിനെ പറ്റി ചോദിക്കും, ഖുർആനെ പറ്റി ചോദിക്കും, അങ്ങനെ പുണ്യനബിയെ പറ്റിയും ചോദിക്കും. പുണ്യനബിന്റെ പ്രത്യേകതയിൽപ്പെട്ടതായിട്ട് മഹാന്മാർ എണ്ണണ്. ഖബറിന്റെ ഉള്ളിന്ന് ഒരൊറ്റ മനുഷ്യനെ പറ്റി ചോദിക്കില്ല. ഇബ്രാഹിം നബി എനിക്ക് പരിചയമുണ്ടോ? നോഹി നബിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ അനങ്ങൂല. പുണ്യനബിനെ പറ്റി ചോദിക്കും അവിടെ.
മദീനയിലേക്ക് ചൂണ്ടിക്കൊണ്ട് മലക്കന്റെ ചോദ്യം, ആ മനുഷ്യനെ പറ്റി നീ എന്ത് പഠിച്ചു? നല്ല ആളുകൾ നിങ്ങൾ ആ ചോദ്യത്തിൽ പറഞ്ഞ ഒച്ച മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നാ പറഞ്ഞത്. ജാഅനാ ബിൽ ബിനാരി വൽ ഹുദാ, പല രേഖകളും ദൃഷ്ടാന്തങ്ങളുമായി അദ്ദേഹം ഞങ്ങളെ സമീപിച്ചു. ഫത്തബഅനാഹു, ഞങ്ങൾ അദ്ദേഹത്തിനെ പിൻപറ്റി. അങ്ങനത്തെ ഞങ്ങളെ നേതാവാണ് അത് താൻ തുറന്നു പറയുന്ന നല്ല ആളുകൾ. ഇമാം ബുഖാരി പറഞ്ഞ വാചകാണത്. അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾക്ക് ഇങ്ങനെ പറയാനുള്ളത്. ഏതാനും പരീക്ഷ കഴിഞ്ഞ് നം സാലിഹ, ഇത് നന്നായിട്ടൊന്ന് വിശ്രമിക്കും. ബുഖാരിന്റെ റിപ്പോർട്ട് അങ്ങനെ. മറ്റ് ഹദീസിന്റെ റിപ്പോർട്ടിലൊന്ന് നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള റൂമിൽ വിശ്രമിക്കണ മാതിരി വിശ്രമിക്കുക, സ്വർഗത്തിൽ നിന്ന് പല ആനുകൂല്യം ഞങ്ങൾ എനിക്ക് ശരിയാക്കി തരാം എന്ന് ആണ് അവരോട് പറഞ്ഞത് എന്ന് ഇമാം ബുഖാരി വരെ ഉദ്ധരിക്കുന്നു. അപ്പം അതാണ് ഈ വലിയ വലിയ ആളുകൾക്ക് ഫിറൂസ് എന്ന് പറഞ്ഞ പേരിട്ടത്. ഷംസുൽ ഉലമ കണ്ണിയത്തൊക്കെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. മലക്കളെ പേരാണത്, മലക്കുകളെ കുറിച്ച പേരാണത്. നമുക്ക് നൗമത്തിൽ അറൂസ്, പുതിയാപ്പള വിശ്രമിക്കണമെന്ന് വിശ്രമിച്ച ഈ സമയത്ത് ഇത്രയധികം ധൈര്യത്തിൽ നമ്മളെ ചോദ്യത്തിന് ഒരു ചഞ്ചലിപ്പില്ലാതെ ഈ പറഞ്ഞാലോ നല്ല പഠിച്ചുകൊണ്ട് ചെയ്യും, നല്ല അധ്വാനിച്ചുകൊണ്ട്. ഒരു പോരായ്മ എൻ്റെ ഒന്നും നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് പുതിയാപ്പള വിശ്രമിക്കുക എന്ന്. അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾ ഓൻ മരിച്ചിട്ട് അവിടെ നിർത്തുകയാണെങ്കിൽ എന്തിനാ ഓന്റെ ആനുകൂല്യങ്ങൾ കളയണത്? അതുകൊണ്ട് മരിച്ചെന്ന് കണ്ട നോക്ക്. നേരെ മറിച്ച് ചോദിച്ചു നോക്കുമ്പം വലിയ ബേജാറ്, ആഹ് 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 ഇതാ മറുപടി പറഞ്ഞത്. പിന്നെ ഓന്റെ കട്ടക്കാലത്തിന് കണക്കില്ല. അങ്ങനെ വന്നാൽ അങ്ങനത്തെ ആളാണ് ഈ മരിച്ച ആള് എന്ന് വന്നാൽ പിന്നെ മഹാന്മാർ ചോദിക്കും, ഇത് എത്തിനാ തീട്ടക്കടനെ അവിടെ വെക്കണേ, കൊണ്ടുപോയി വയ്യാക്കടാ എന്ന്. അപ്പൊ ഷറൈ മരിച്ചെന്ന് കണ്ടാൽ നോക്ക്. ആള് നല്ലവനാണെങ്കിൽ എന്തിനാ ഓന്റെ ആനുകൂല്യം നഷ്ടപ്പെടുത്തണേ? ആള് ചീത്തയാണെങ്കിൽ എന്തിനാ വണ്ടി മലയുടെ വെക്കണത്? ആ അനുസരിച്ച് തങ്ങൾ പറഞ്ഞു നോക്ക്. മയ്യത്ത് വന്നാൽ ഇതാ വജത്തലഹാക്കുവാൻ, കെട്ടിക്കാത്തൊരു പെണ്ണ്, പ്രായം കഴിഞ്ഞൊരു പെണ്ണ്, അവൾക്കൊരു കുഫുവത്തായ ഭർത്താവിന് കിട്ടിത്തരായാൽ പിന്നെ താമസിക്കേണ്ട നോക്ക് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് 3 കാര്യം നിങ്ങൾ നിർദ്ദിയായി ചെയ്തു പോകണം. ബാക്കിയുള്ളവർക്ക് സമാധാനത്തിൽ അങ്ങനെ ആലോചിച്ച് ചെയ്താലും മതി. അപ്പം ബഹുമാനപ്പെട്ട ദീൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ്. അതങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഒറ്റ നിസ്കാരത്തിന് അവളെ വിട്ടുവന്നിട്ടില്ലെങ്കിൽ 6400 കൊല്ലം കിടക്കാൻ നരകത്ത് ഒറ്റൊന്നിന്. അതാണ് ഈ വിശേഷ കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ പല വിഷയം കാരണത്തും കൊണ്ട് പീടിയുറക്കം തിരക്കുണ്ടാവണക്കാരൻ വെച്ച് ഉണ്ടിന്റെ എപ്പോഴും ആദം മാലി മനുഷ്യൻ പറ എന്റെ മുതലോ എന്ന് പറയും. എവിടെയുള്ള മുതലോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓന്റെ മുതലെന്ന് പറഞ്ഞാൽ ഓൻ തിന്നു തൂറിയത് ഓന്റെ, ആരും അവകാശി വരൂല. ഓൻ എടുത്തു കീറിയത് ഓന്റെതാണ്, ഓൻ കൊടുത്തു സൂക്ഷിച്ചത് ഓന്റെതാണ്. അത് മലായിക്കത്തൊക്കെ റിക്കറാക്കി ഒരു ബാങ്ക് വരെ പോച്ചുകൊള്ളു. ഇപ്പത്തെ കാലത്ത് ആരും പോച്ചൂല, മലായിക്കൾ സാക്ഷി വരെ ഇരിക്കും. അപ്പൊ എന്റെ മുതലുണ്ട് ഇത് തിന്നൂറിയത്, ഈ എടുത്തു കീറിയത്, ഈ കൊടുത്തു സൂക്ഷിച്ചത്. അല്ലാതെ എനിക്കവിടെ എങ്ങനെ മുതല് ഈ പണിയെ കുറച്ച് സമ്പത്തൊക്കെ ഈ ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ ബാക്കിയുള്ളവരുടെ ഉള്ളിൽ ഈ പണി കഴിഞ്ഞിട്ടിയാൽ ഒഴിയക്കാന്നുള്ള നിൽക്കാൻ നിൽക്കുന്നത്. അപ്പൊ എന്ത് മുതലെന്നപ്പോ ഈ പറഞ്ഞത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കച്ചവടം കൊണ്ടും മറ്റു ഷോല് കൊണ്ടും നിസ്കാരത്തിനൊരു തകരാറുണ്ടാകാൻ പാടില്ല, എല്ലായ പരാജയപ്പെട്ടു എന്ന് നാം പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഈ പള്ളി ഉദ്ഘാടനത്തോട് ബന്ധിച്ചിട്ട് നാം ഉറപ്പിക്കണം. മരണം വരെ നിസ്കാരം കള്ളാക്കണ ഏർപ്പാടില്ല. അതിന് ഉപദേശിച്ചുകൊണ്ട് എന്റെ ദേഹത്തോടും നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ തൽക്കാലമാണ്. ഇനി പല ആളുകളും ഇവിടെ ഉണ്ടാവും. സമയം ഈ അസന്ദേശമൊക്കെ ആവുമ്പം വിചാരിച്ച മാതിരിയൊന്നും പറയാൻ കഴിയൂലല്ലോ. നമ്മളെ ഈ കൂടുതൽ അല്ലാഹു തആല സ്വീകരിച്ച് ഇബാദത്താക്കി തീർക്കട്ടെ. നമ്മളെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരട്ടെ. നിസ്കാരം ഒരു നിലക്കും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ
മരണം വരെ അത് പരിപൂർണമായി സൂക്ഷിച്ചു പോരുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘായുസ്സോടുകൂടുള്ള ആഫിയത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവസാനം കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. അസ്സലാമു അലൈക്കും.